നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവസാന മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 61% പോളിംഗ് രേഖപ്പെടുത്തി. വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. നിലമ്പൂരിൽ നിന്നും VS അനന്തു ചേരുകയാണ്. അനന്തു, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ഇപ്പോൾ ഏകദേശം പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. ഇതുവരെ 61% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് അവിടുത്തെ ഒരു ജനത്തിരക്കും? ഇപ്പോഴും എല്ലാ ബൂത്തുകളിലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സൈമ, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അവസാന മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി കൃത്യം 1 മണിക്കൂർ മാത്രമാണ് ജനവിധിക്ക് ഉള്ളത്. 6 മണിയോടുകൂടി ഈ പോളിംഗ് അവസാനിക്കുകയാണ്. രാവിലെ 7 മണിക്ക് തുടങ്ങിയ പോളിംഗ് ആണ് 6 മണിക്ക് അവസാനിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തറിയിച്ചത് 59% പോളിംഗ് ആണ്. എന്നിരുന്നാലും ഇപ്പോൾ 3 മണിക്കാണ് ഔദ്യോഗിക കണക്ക് പുറത്തു വന്നത്. ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഏകദേശം 65%-ഓളം പോളിംഗ് ആയിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് 5:30-ക്കാണ് അടുത്ത അപ്ഡേഷൻ ലഭിക്കുന്നത്. 5:30-ക്ക് കൃത്യം ആയിട്ടുള്ള ഒരു ഔദ്യോഗിക വിവരം നൽകാൻ സാധിക്കും. എന്തായാലും നിലവിൽ ഇപ്പോൾ എന്തായാലും ഒരു 65%-ഓളം വോട്ടിംഗ് ആയിട്ടുണ്ടെന്നാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ നിലവിൽ പോളിംഗ് ബൂത്തിൽ വലിയ തിരക്കൊന്നുമില്ല. 1-2 ആൾക്കാർ ഇടയ്ക്ക് വന്നു പോകുന്നതല്ലാതെ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ക്യൂ ഒന്നും നമുക്ക് കാണാനില്ല. പോളിംഗിന്റെ അവസാന മണിക്കൂറാണ്. ഇനി വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വോട്ട് ചെയ്യാൻ ബാക്കി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വലിയൊരു തിരക്കൊന്നും പോളിംഗ് ബൂത്തുകളിൽ കാണാനില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഞാൻ നിൽക്കുന്ന ഈ ബൂത്തിലും ഒരു 5 ബൂത്തുകളുണ്ട്. അവിടെയൊന്നും തിരക്കുകളില്ല. ഒരാൾക്ക് വന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും തിരഞ്ഞെടുപ്പ് രാവിലെ മുതൽ ഇതുവരെ വളരെ ശക്തമായി മുന്നോട്ട് പോയി. നല്ലൊരു വോട്ടിംഗ് ശതമാനം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലും മറ്റു ബൂത്തുകളിലും സമാനമായ സ്ഥിതിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വലിയ തിരക്കില്ല. രാവിലെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന ഒരു വലിയ തിരക്ക്. അതുപോലെ തന്നെ എല്ലാ ബൂത്തുകളിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് പോളിംഗ് ഒക്കെ രേഖപ്പെടുത്തിയത്. നടന്നെങ്കിലും ഇടയ്ക്ക് 2-3 ഇടങ്ങളിൽ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സാധ്യത ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ ഒരു സാഹചര്യം? തീർച്ചയായും സൈമ, പൊതുവെ സമാധാനപരമായിരുന്നു തിരഞ്ഞെടുപ്പ് നമുക്ക് പറയാൻ സാധിക്കും. രാവിലെ ഒരു 4 ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീന്റെ ചെറിയ പ്രശ്നങ്ങൾ വന്നതൊഴിച്ചാൽ വേറെ തരത്തിലുള്ള സംഘർഷങ്ങളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചെറിയ ഒരു പ്രശ്നമുണ്ടാവുകയുണ്ടായി. ഈ ചുങ്കത്ര പഞ്ചായത്തിലുള്ള ഒരു സ്ഥലത്ത് ഒരു ചെറിയ സംഘർഷം, LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ ഈ പുറത്തുനിന്നുള്ള മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള പ്രവർത്തകർ ഈ ചുങ്കത്ര പഞ്ചായത്തിലെത്തി അവിടെയുള്ള വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. അത് പിന്നീട് ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ഭാഗമായി പോലീസ് ഇടപെടുകയുണ്ടായി. അങ്ങനെ 2 CPM പ്രവർത്തകർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ബൂത്തിലും ചെറിയൊരു തർക്കം, അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു തർക്കമാണ്. ഈ കാഴ്ചപരിമിതിയുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഓപ്പൺ വോട്ട് ചെയ്യാൻ ബന്ധു ഒപ്പം ചെന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു അനുവാദം പ്രിസൈഡിംഗ് ഓഫീസറോട് ചോദിച്ചെന്നാൽ ബൂത്തിലുണ്ടായിരുന്ന LDFന്റെ ഏജന്റ് അത് സമ്മതിച്ചില്ല. അദ്ദേഹം അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ വാക്കുതർക്കം ഉണ്ടായി. എന്നാൽ അതിനുശേഷം ഈ വ്യക്തി ഒറ്റയ്ക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരു ചെറിയ വാക്കുതർക്കമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സംഘർഷം മാത്രമാണ് ഇപ്പോൾ മണ്ഡലത്തിലുണ്ടായത്. അല്ലാതെ പൊതുവെ സമാധാനപരമായിരുന്നു മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ്. സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈമ.